ഇവിടെ രണ്ടുപേരും ഒരു പുൽമേട്ടിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എവിടെ ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരേ ടൈമിൽ ചാടി നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ജമ്പ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ദൂരം ഭയങ്കരമായിട്ട് കൂടിയാണെന്നാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിക്കും. എന്നിട്ട് ഈ പയ്യൻ അവന്റെ പെങ്ങളെ കണ്ട സ്ഥലത്തേക്ക് വേഗത്തിൽ ഓടി വരാണ്. ഓടണേന്റെ ഇടയ്ക്ക് ഇവൻ കാല് സ്ലിപ്പായിട്ട് ചെളിയിൽ വീഴും. എണീറ്റ് നോക്കുമ്പോൾ ഇവന്റെ മുമ്പിൽ തന്നെ ഒരു പട്ടി ചത്ത് കിടക്കുന്നതും കൂടെ കാണുമ്പോൾ ഇവന്റെ പേടി ഭയങ്കരമായിട്ട് കൂടും. ഇവർ എന്നിട്ട് പരസ്പരം കാണാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് അവിടെ മൊത്തം നടക്കാണ്. പക്ഷെ എത്ര അന്വേഷിച്ച് നടന്നിട്ടും അവർ ഒരേ സ്ഥലത്ത് എത്തണേ ഇല്ല. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ ഈ പെണ്ണ് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുല്ലുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ ഇവളുടെ അടുത്തേക്ക് വരും. അവൻ വന്നിട്ട് ഇവളുടെ അടുത്ത് അവന്റെ ഭാര്യനെയും മോനെയും കാണാണ്ടായി ഞാൻ കുറേ നേരമായിട്ട് അവർ അന്വേഷിക്കാന്ന് പറയും. എന്നിട്ട് ഇവളോട് നീ എന്റെ കൂടെ വന്നാൽ ഞാൻ ഈ പുൽമേട്ടിന്ന് പുറത്തു പോകാനുള്ള വഴി കാണിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെയും വിളിച്ച് അവിടെ നിന്ന് പോവാണ്. പോണ വഴിക്ക് താഴെ ഒരു ബാഗ് കിടക്കണം കണ്ടിട്ട് ഇവൾ അതിൽ എന്താണെന്ന് നോക്കിയിട്ട് തലപൊക്കി അവനെ നോക്കുമ്പോൾ അവനെയും അവിടെ നിന്ന് കാണാണ്ടായിട്ടുണ്ടാവും. ഈ ടൈമിലാണെങ്കിൽ ഇവളുടെ ചേട്ടൻ ഇവളെ അന്വേഷിച്ച് കുറേ നേരം അറിഞ്ഞ് നടന്നിട്ട് ക്ഷീണിച്ചൊരു സ്ഥലത്തിരിക്കും. ഇവന്റെ അടുത്തേക്ക് ഒരു പയ്യൻ നടന്നു വരാണ്. ഈ പയ്യന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഈ ആങ്ങളെയും പെങ്ങളെ ഈ പുൽമേട്ടിന്റെ ഉള്ളിലേക്ക് വരണത് തന്നെ. ആക്ച്വലി ഇവിടെ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുൽമേട്ടിന്റെ ഉള്ളിൽ വരണവരൊക്കെ ഒരു ടൈം ലൂപ്പിന്റെ ഉള്ളിൽ കുടുങ്ങാണ്. അവർക്ക് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ പിന്നെയും നടന്നുകൊണ്ടിരിക്കും. ഇതിന് പുറത്തു പോകാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടൈം ലൂപ്പ് വരുമ്പോൾ ഇവരെ പുൽമേട്ടിന്റെ ഉള്ളിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്.